പുരാതന ഗ്രീസിൽ പൊളിറ്റിക്കൽ സയൻസ് ഉത്ഭവിച്ച കാലം മുതൽ തന്നെ കമ്പാരിറ്റീവ് പൊളിറ്റിക്സും ഉണ്ടായിരുന്നു. ഏറ്റവും പ്രാചീനരായ ആളുകൾ തങ്ങളുടെ സാഹചര്യങ്ങളെ, തങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ, തങ്ങൾ സമ്പർക്കം പുലർത്തുന്ന മറ്റു സമൂഹത്തിലെ ജീവിത സാഹചര്യങ്ങളെയും തമ്മിൽ താരതമ്യം ചെയ്ത് പഠിക്കാറുണ്ടായിരുന്നു, താരതമ്യം ചെയ്ത് മനസ്സിലാക്കാറുണ്ടായിരുന്നു. അങ്ങനെ പുരാതന ഗ്രീസിൽ, ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റിൽ പൊളിറ്റിക്കൽ സയൻസ് ഉത്ഭവിച്ച കാലം മുതൽ തന്നെ താരതമ്യ രാഷ്ട്രീയ പഠനവും വളരെ വിപുലമായും വ്യവസ്ഥാപിതമായും താരതമ്യ രാഷ്ട്രീയ പഠനവും ആരംഭിച്ചു. പുരാതന ഗ്രീസ് രാഷ്ട്രീയ ശാസ്ത്രജ്ഞന്മാരായ പ്ലാറ്റോയും അരിസ്റ്റോട്ടിലും താരതമ്യ രാഷ്ട്രീയ പഠനങ്ങൾക്ക് തുടക്കം കുറിച്ചു. പൊളിറ്റിക്കൽ സയൻസിൻ്റെ പിതാവായ അരിസ്റ്റോട്ടിൽ തന്നെയാണ് തൻ്റെ കാലത്തെ രാഷ്ട്രീയ തത്വങ്ങളെയും പ്രശ്നങ്ങളെയും മനസ്സിലാക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനും താരതമ്യ പഠന രീതി ശാസ്ത്രീയമായി ഉപയോഗിച്ചു തുടങ്ങിയത്. അരിസ്റ്റോട്ടിൽ ഏകദേശം 150ഓളം ഭരണഘടനകൾ ശേഖരിക്കുകയും, ഭരണഘടന എന്ന് പറയുന്നത് ഇന്നത്തെ രീതിയിലുള്ള ഭരണഘടനയല്ല, അക്കാലത്തെ നിയമവ്യവസ്ഥകൾ ശേഖരിക്കുകയും അത് താരതമ്യം ചെയ്യുകയൊക്കെ ചെയ്തു. അത് പൗരാണിക സിറ്റി സ്റ്റേറ്റുകളിലെ ഈ നിയമവ്യവസ്ഥകളെക്കുറിച്ച് 150ഓളം നിയമവ്യവസ്ഥകളെക്കുറിച്ച് പഠിക്കുകയും അത് താരതമ്യം ചെയ്ത് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത ആളാണ്. 150ഓളം ഈ നിയമവ്യവസ്ഥകളെക്കുറിച്ച് താരതമ്യം പഠനം നടത്തിയ വ്യക്തിയാണ് അരിസ്റ്റോട്ടിൽ. അതുകൊണ്ട് തന്നെ അരിസ്റ്റോട്ടിലിനെ നമ്മൾ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൻ്റെയും പിതാവായിട്ട് പറയുന്നുണ്ട്. പൊളിറ്റിക്കൽ സയൻസിൻ്റെ പിതാവായ അരിസ്റ്റോട്ടിൽ തന്നെയാണ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൻ്റെയും പിതാവായിട്ട് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ദ പൊളിറ്റിക്സ് എന്ന പുസ്തകമുണ്ടല്ലോ, ആ പുസ്തകം ഈ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൻ്റെ വളരെ വിപുലമായ ഉദാഹരണമായിട്ട് നമ്മൾ പറയപ്പെടുന്നുണ്ട്. ഏതായാലും ഈ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് അത് വളരെ ശാസ്ത്രീയമായി, താരതമ്യ രാഷ്ട്രീയ പഠനം വളരെ ശാസ്ത്രീയമായി പഠിക്കാൻ പുരാതന കാലം മുതൽ തന്നെ, പുരാതന ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റിലെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഉത്ഭവത്തിൻ്റെ കാലം മുതൽ തന്നെ ഉണ്ടായി എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. കമ്പാരിറ്റീവ് പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട ആമുഖമായ ചില കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി നമുക്ക് കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൻ്റെ തിയററ്റിക്കലായ ഭാഗങ്ങളാണ് പറയാനുള്ളത്. അതുമായി ബന്ധപ്പെട്ട വിശദമായ ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ള വിദ്യാർത്ഥികൾ അതെടുത്ത് പരിശോധിക്കാവുന്നതാണ്.